അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അതാണല്ലോ സലാത്ത്. മൻ സല്ല അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവന് 10 ഗുണം പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞ ഒന്നിന് 10 പ്രതിഫലമുള്ള ഒരു മഹത്വമേറിയ കർമ്മമാണല്ലോ സലാത്ത് ചൊല്ലൽ. എന്നാൽ ആ സലാത്ത് എന്നൊരു ചൂഷണത്തിന്റെ മാർഗമായിട്ട് ആരും സ്വീകരിച്ചു എന്നുള്ളത് ഇസ്ലാമിന്റെ തകരാറല്ല. സലാത്ത് അള്ളാഹുവിന്റെ പുണ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടുന്ന മഹനീയമായ കർമ്മത്തെ ഒരു ബിസിനസ്സാക്കി തരം താഴ്ത്തി. സലാത്ത് കയറ്റി അയക്കുന്നവർ, സലാത്ത് കലക്ട് ചെയ്യുന്നവർ, സലാത്ത് കലക്ടർമാർ വമ്പിച്ച പരസ്യമാണെന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ. വാട്സപ്പിലൂടെ നിങ്ങൾ ചൊല്ലുന്ന സലാത്തൊക്കെ കൂടി ഒരു ഭാഗത്തേക്ക് അയച്ചു കൊടുക്കാനാ പറയുന്നത്. നിങ്ങൾ ഒരുപാട് സലാത്തിയല്ല ഒരു ഭാഗത്ത്, ഒരു ചെല്ലുന്ന സലാത്തോ നാരിയ സലാത്തോ അല്ലെങ്കിൽ ഇസ്ലാമിൽ ആശയത്തിന് തകരാറുള്ള കുറെ സലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് അത് മോലേരെ അറിയിക്കണം, ഞാൻ അത്ര ചൊല്ലി. അങ്ങനെ ആണും പെണ്ണൊക്കെ വാട്സാപ്പിൽ മോലേർക്ക് അറിയിക്കാണ്. ഖദീജക്കുട്ടി അറിയിക്കുന്ന ഞാൻ 1001 ചൊല്ലി, അഹമ്മദ് അബൂബക്കർ അറിയിക്കുന്ന ഞാൻ 777 ചൊല്ലി. ഇങ്ങനെയൊക്കെ ചൊല്ലി മൂപ്പര് 10 കോടി ആകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ മൂപ്പര് 10 കോടി കിട്ടിയാൽ മൂപ്പര് കയറ്റി അയക്കും. എവിടേക്ക്? മദീനത്തേക്ക്. മൂപ്പര ട്രാൻസ്ഫർ ചെയ്യുന്നതും പാർസൽ അയക്കുന്നതും ഒക്കെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരതിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ചൊല്ലുന്ന സലാത്ത് സലാമുകൾ എത്തിക്കാൻ അള്ളാഹു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവരാരും പാർസൽ അയക്കണ്ട. അങ്ങനെ ഇസ്ലാമികമായിട്ട് അങ്ങനെ ഒരു സമ്പ്രദായമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഓരോന്നും ഇസ്ലാം പഠിപ്പിച്ച സൽക്കർമ്മങ്ങളെയൊക്കെ ചൂഷണം ചെയ്യാൻ ഇപ്പതാ വാട്സപ്പുകളിൽ എങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അള്ളാന്റെ റസൂലിനെ കാണാൻ വേണ്ടി 1000 രൂപ ആണ് പറയണം. മൂപ്പരാണ് പറയണം. ആണ് നൊലോത്സവങ്ങൾ എല്ലാവരും പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്കൊക്കെ അള്ളാന്റെ റസൂലിനെ കണ്ടേ, എന്തൊരു ഗ്ലാമറാണ് അള്ളാന്റെ റസൂലിനെ കണ്ട മുഖങ്ങൾക്ക് പോലും എന്തൊരു ഗ്ലാമറാണല്ലേ. അപ്പോലൊക്കെ വലിയ ഗ്ലാമർ ഇട്ടി പോലൊക്കെ റസൂലിനെ കണ്ടോരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവര് പറയണേ ഇവിടെ ഇരിക്കുന്നവരുടെ പല അള്ളാന്റെ റസൂലിനെ കണ്ടോര പോലൊക്കെ ഭയങ്കര ഗ്ലാമറാണ്. റസൂലിനെ സ്വപ്നത്തിൽ കണ്ടോരക്ക് മുഖത്തന്നെ നോക്കിയ എന്തൊരു ഗ്ലാമറാണ്. അപ്പൊ നമുക്കൊക്കെ കാണാൻ പോതില്ലേ? ആരാ തുടങ്ങണെന്ന് അയക്കണം. അപ്പൊ ഒരു സാധു 1000 പറഞ്ഞു. അല്ലോ അയാൾക്ക് കാണിച്ചു കൊടുക്കണേ റഹ്മാനെ, അല്ലോ അയാൾക്ക് മുത്തനബിനെ കാണിച്ചു കൊടുക്കണേ എന്നിട്ട് പറഞ്ഞു. ഇനി ആരോണ്ടോന്ന് നോക്കുമ്പോ ബാക്കിൽ നിന്ന് വേറൊരാള് പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് മൂപ്പര് പാറ്റന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. 1000 രൂപ നിങ്ങൾക്കൊക്കെ അല്ല. അപ്പൊ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണാൻ എന്താ 1000 രൂപ? കാശില്ലാത്തവനെ ഹബീബിനെ കാണണ്ടല്ലേ? കാണണ്ട. അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടിയുള്ള സലാത്ത് എന്ന് പറഞ്ഞിട്ടൊരു സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അവിടുന്ന് അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി നിങ്ങൾ ഇന്ന സലാത്ത് ഇത്ര വട്ടം ചൊല്ലിയാൽ അള്ളാഹുന്റെ ഹബീബിനെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാം എന്ന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരേണ്ടത്. അപ്പൊ എല്ലാം ചൂഷണം ചെയ്യാൻ. അങ്ങനെ 10 കോടി സലാത്ത് കയറ്റി അയക്കാൻ വേറൊരു കൂട്ടര്, ഇങ്ങനെ നബിനെ അങ്ങനെ സ്വപ്നം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 1000 വാങ്ങാൻ വേറൊരു കൂട്ടര്, അതുപോലെ തന്നെ സലാത്ത് നഗറുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുന്ന സ്ഥലം എല്ലാ കൊല്ലം വഖഫ് ചെയ്യാൻ അത് തീരില്ല. എല്ലാ കൊല്ലം അവരവരിയ്ക്കുന്ന സ്ഥലം വഖഫ് ചെയ്യാന്നാ പറയാം. അങ്ങനെ എല്ലാ കൊല്ലം ഓരോ സാധുക്കൾ ഇത് വഖഫ് ചെയ്ത് ആകെ 10 ഏക്കർ 2 ഏക്കർ ഉണ്ടെങ്കിൽ എല്ലാ കൊല്ലം ഈ 10 ഏക്കർ എന്നും വേറെ കച്ചവടം. ഇങ്ങനെ സ്വലാത്തിന് ഒരു ചൂഷണോപാധിയാക്കി തരം താഴ്ത്തിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീൻ അതിന് ഉത്തരവാദിയല്ല. ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്ത് അടക്കമുള്ള ഏത് സൽക്കർമ്മങ്ങളും ഒരാളെ കാണിക്കാൻ വേണ്ടിയോ ജനങ്ങളിൽ നിന്ന് ഭൗതികമായ നേട്ടത്തിനോ വേണ്ടിയല്ല. എന്നാൽ നമ്മുടെയൊക്കെ നാടുകളിൽ എഴുതിവിട്ടത് വളരെ കൃത്യമായി പച്ച മലയാളത്തിൽ എഴുതിവിട്ടു. ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് ആളുകൾ അറിയട്ടെ എന്ന നിലക്ക് ഞാൻ ചൊല്ലിയാലും കൂലിയുണ്ട്. ഞാൻ സ്വലാത്ത് ചെല്ലണ ഒരാളാണെന്ന് നിങ്ങളൊക്കെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ എനിക്ക് അള്ളാന്റെ അടുത്ത് കൂലിയുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ കാര്യത്തിന് എതിരല്ലേ ആ പറയുന്ന വാദം? അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ഏതെങ്കിലും ഒരാൾ ചെയ്താൽ അത് ബാത്തിലാണ്. ഒരു പ്രതിഫലമുണ്ടോ? അത് പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണം. ലോകമാന്യത്തിന് വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഏത് കർമ്മത്തിനും അതിന് കൂലില്ല. പക്ഷെ സലാത്ത് അങ്ങനെ ചൊല്ലിയാലും കൂലിണ്ട് എന്നാണ് പറയുന്നത്. ആര് പഠിപ്പിച്ചു? അപ്പൊ ഇതൊക്കെ യഥാർത്ഥമായ നാണയങ്ങൾക്കിടയിലുള്ള കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സൽക്കർമ്മങ്ങൾ അത് സൽക്കർമ്മങ്ങളാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അതോറിറ്റി ഞാനോ നിങ്ങളോ അല്ല.
അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഒരു കാര്യം സൽക്കർമ്മമാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. അത് ആ റബ്ബ് വഹി അറിയിച്ചു കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ലോകത്തിനത് പഠിപ്പിച്ചു. ആ പിൻബലമില്ലാത്ത പിൽക്കാല നിർമ്മിതികളെല്ലാം മതത്തിന്റെ പേരിൽ ആരെങ്കിലും കൊണ്ടുവരുന്നുവെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതിന് ഇസ്ലാമിൽ ഒരു വിലയുമില്ല, അതിനൊരു മൂല്യവുമില്ല. അതുകൊണ്ട് തന്നെ സ്വലാത്തുകൾ ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമികമായ ആശയത്തിന് വിരുദ്ധമല്ലാത്ത സ്വലാത്തുകളായിരിക്കണം.